students, welcome to Language of Business. My name is Prajith. Today we are going to study about financial analysis on the basis of objectives. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫിനാൻഷ്യൽ അനാലിസിസ് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ഭാഗമാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് ഓൺ ദ ബേസിസ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് പഠിച്ചിട്ടുണ്ട്. That means in that we already studied that there are two types of analysis. First one is external analysis and second one is internal analysis. Now we are going to study about financial analysis on the basis of objectives. On the basis of objectives, we can see there are two types of analysis. They are short-term financial analysis and long-term financial analysis. So on the basis of objectives, there are two types of financial analysis. First one is short-term financial analysis and second one is long-term financial analysis. What is short-term financial analysis? What does it mean? Who will conduct this short-term financial analysis? So it is made to determine the short-term solvency, capacity and earning capacity and liquidity of a business concern. It is made to determine the short-term solvency, liquidity and earning capacity of a business concern. ഒരു ബിസിനസ് കൺസേണിന്റെ ഷോർട്ട് ടേമിലുള്ള സോൾവൻസി, അതിന്റെ സാമ്പത്തികമുള്ള സ്ഥിതി, അതിന്റെ ലിക്വിഡിറ്റി, കയ്യിലുള്ള സാമ്പത്തികമായിട്ടുള്ള കയ്യിലുള്ള ലിക്വിഡ് ക്യാഷിന്റെ അവസ്ഥ ആൻഡ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസിന്റെ ഇന്നത്തെ ആ കാലഘട്ടങ്ങളിലുള്ള ഏർണിംഗ് കപ്പാസിറ്റി എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന അനാലിസിസ് ആണ്. അപഗ്രഥിച്ചിട്ടുള്ള പഠനത്തിനാണ്, വിശകലനം ചെയ്തിട്ടുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അനാലിസിസ്. ആരാണ് ഇത് ചെയ്യുക? Both external analysis and internal analysis will conduct this analysis, short-term financial analysis. എന്തിനു വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ അനാലിസിസ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ അനാലിസിസ് by means of the short-term financial analysis, external analysis can find out the company's short-term earning capacity, like that its company's liquidity and company's short-term solvency, etc. Same way, the management or the internal analyst also will come to know about the company's short-term financial position. So the main purpose of short-term financial analysis is to know whether the business have adequate fund available for its short-term financial requirement. The main purpose of this financial analysis is to know whether the business have adequate fund available for its ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെന്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെന്റ്, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൈസ ആ കമ്പനിയുടെ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ആ കമ്പനിക്ക് ഉണ്ടോ എന്നറിയാനാണ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നത്. അതായത് ഒരു കമ്പനി നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ഒരു കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൈസ ജനറേറ്റ് ചെയ്യാൻ ആ കമ്പനിക്ക് കഴിവുണ്ടോ എന്ന് നോക്കുന്നതാണ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അനാലിസിസ്. Now second type of analysis. What is that? Long-term financial analysis. So on the basis of objectives, the second type of financial analysis is called a long-term financial analysis. എന്താണ് long-term financial analysis എന്ന് പറഞ്ഞാൽ? It is made to determine the long-term solvency, liquidity and earning capacity of a business concern. ഒരു ബിസിനസ് കൺസേണിന്റെ ലോങ് ടേമിലുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള അതിന്റെ സോൾവൻസി, സാമ്പത്തികമായിട്ടുള്ള ഭദ്രത എന്താണ്, ലിക്വിഡിറ്റി, അതിന്റെ കയ്യിലുള്ള പൈസയുടെ അളവ് എത്രയാണ്, ആൻഡ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ കമ്പനി, ഭാവിയിൽ ഇതിന്റെ ഏർണിംഗ് കപ്പാസിറ്റി ഏത് തരത്തിലേക്ക് മുന്നോട്ടേക്ക് പോകും എന്നും കൂടി നോക്കുന്നതാണ് ഇത് ലോങ് ടേം ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അനാലിസിസ് ഒരു കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ആ കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ, ലോങ് ടേം ഫിനാൻഷ്യൽ അനാലിസിസിന്റെ അത് ചെയ്യുന്നത് ലോങ് ടേമില്, ഭാവിയില്, വിദൂര ഭാവിയിൽ ഈ കമ്പനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടോ, അതിന്റെ സോൾവൻസി, ഫിനാൻഷ്യൽ സോൾവൻസി ഏത് നിലയിലേക്ക് പോകും, അതിന്റെ ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി ഏത് തരത്തിലായിരിക്കും, അതുപോലെ തന്നെ ആ കമ്പനിയുടെ ഏർണിംഗ് കപ്പാസിറ്റി ഏത് തരത്തിലേക്കായിരിക്കും മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ലോങ് ടേം ഫിനാൻഷ്യൽ അനാലിസിസിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. So the main purpose of this analysis, the main purpose of long term financial analysis is to know whether the business can earn sufficient amount of return from the investment in the long run. So ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? The main purpose of this analysis is to know whether the business can earn sufficient amount of return from the investment in the long run. ഈ കമ്പനിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത പൈസയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു വരുമാനം
വരും കാലങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. ലോങ് റൺ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് കണക്കായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും പ്രസന്റിൽ ചിലപ്പോൾ ആ വരുമാനം ഉണ്ടാവില്ല, പക്ഷേ ഇൻ ഫ്യൂച്ചർ വെദർ ദ കമ്പനി ക്യാൻ ഏൺ സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് റിട്ടേൺ ഫ്രം ദ ഇൻവെസ്റ്റ്മെന്റ് അതാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നിക്ഷേപിച്ച പൈസക്ക് കണക്കായിട്ടുള്ള ഒരു വരുമാനം ഇൻ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് ലോങ് ടേം ഫിനാൻഷ്യൽ അനാലിസിസിലൂടെ ചെയ്യുന്നത്. ആൻഡ് കമ്പനിക്ക് തോന്നുന്നു കമ്പനിയുടെ ഭാവിയിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന കമ്പനിക്ക് തോന്നിക്കഴിഞ്ഞാൽ കമ്പനിക്ക് മാനേജ്മെന്റ് ക്യാൻ പ്രൊവൈഡ് മോർ ഫണ്ട് ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻസ് ഓഫ് ദ ഡെവലപ്മെന്റ്. ആ കമ്പനിയുടെ മാനേജ്മെന്റ് ആ കമ്പനിയുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അതിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഭാവിയുള്ള ഒരു കമ്പനി ഫ്യൂച്ചറുള്ള ഒരു കമ്പനിയാണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദെൻ മാനേജ്മെന്റ് ക്യാൻ പ്രൊവൈഡ് മോർ ഫണ്ട് ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദാറ്റ് ഡെവലപ്മെന്റ് ഓഫ് ദാറ്റ് കമ്പനി. ആ കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ എക്സ്പാൻഷനും ഫ്യൂച്ചർ ഡെവലപ്മെന്റിനും ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദ കമ്പനി ക്യാൻ ടേക്ക് എ ലോൺ ഫ്രം അവർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര ഫോർ ദ ഫ്യൂച്ചർ എക്സ്പാൻഷൻസ് ഓഫ് ദ ബിസിനസ് ബിക്കോസ് ദ മാനേജ്മെന്റ് കെയിം ടു നോ ദാറ്റ് ഇൻ ഫ്യൂച്ചർ ദ കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ then liquidity and earning capacity will grow or that will be a bright future. So this is called എന്താണ് ലോങ് ടേം ഫിനാൻഷ്യൽ അനാലിസിസ്. അപ്പോൾ രണ്ട് തരം ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സിലുള്ളത്. ഒന്ന് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അനാലിസിസ്, സെക്കൻഡ് വൺ ലോങ് ടേം ഫിനാൻഷ്യൽ അനാലിസിസ് എന്നുള്ളതാണ്. ലോങ് ടേം ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ മേഡ് ടു ഡിറ്റർമിൻ ദ ഷോർട്ട് ടേം സോൾവൻസി ലിക്വിഡിറ്റി ആൻഡ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ് കൺസേൺ. എന്നാൽ ലോങ് ടേം ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മേഡ് ടു ഡിറ്റർമിൻ ദ ലോങ് ടേം സോൾവൻസി ലിക്വിഡിറ്റി ആൻഡ് ഫിനാൻഷ്യൽ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ് കൺസേൺ. The main purpose of short-term financial analysis is to know whether the business have adequate fund available to meet its current financial requirement or short-term financial requirement. But the main purpose of long-term financial analysis is to know whether the business can earn sufficient amount of return from the investment in the future and so as to provide fund for the future expansions and development of that organization. These are the short-term financial analysis and long-term financial analysis. രണ്ട് കാര്യങ്ങളും രണ്ട് തരത്തിലുള്ള അനാലിസിസും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. If you like this channel, please subscribe it and don't forget to press the bell icon. Thank you.